ഹലോ മച്ചന്മാരെ, ഇത് നമ്മുടെ സ്വന്തം തൊടുപുഴയാണ് കേട്ടോ. മഴയത്ത് കുളിച്ച് സുന്ദരിയായി നിൽക്കുന്ന തൊടുപുഴ. അപ്പൊ നമ്മൾ ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന നമ്മുടെ തൊടുപുഴ നമ്മുടെ സ്വന്തം മണ്ണിൽ നിന്ന് ഒരുപാട് അകലെയല്ലാത്ത കുറെ ടൂറിസ്റ്റ് പ്ലേസുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് തൊടുപുഴയിൽ നിന്നും അധികം അകലെയല്ലാത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. അപ്പം തൊടുപുഴയിൽ നിന്നും ഏകദേശം ഒരു 20-23 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന തൊമ്മൻകുത്ത് വാട്ടർഫോൾസ് കാണാനാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ മങ്ങാട്ടുകോലയും മുതലക്കുടവും കരിമണ്ണൂരും മുളപ്പുറവും ഒക്കെ കടന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൊടുപുഴയിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള വെള്ളച്ചാട്ടം, അതായത് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിന് മുന്നിലാണുള്ളത്. അപ്പൊ നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ നമ്മളൊരു ചേട്ടനെ ഇവിടെ പരിചയപ്പെട്ടു. ഇവിടെ കട നടത്തുന്ന ചേട്ടനാണ്, സിയ ബേക്കറി നടത്തുന്ന ചേട്ടനാണ്. ചേട്ടന്റെ പേരെന്ന് പറയട്ടോ? ഇബ്രാഹിം. ഇക്കാണല്ലേ? ഓക്കെ. ഇക്കടെ എത്ര നാളായിട്ട് ഇവിടെ കട നടത്തുന്നുണ്ട്? 13 വർഷമായിട്ട്. എങ്ങനെയുണ്ട് ഇവിടെ? അത്യാവശ്യം സഞ്ചാരികളൊക്കെ എത്തുന്നുണ്ടോ? റോഡ് പണി ആയതിന്റെ ഇച്ചിരി കുറവാണ്. നമ്മളിപ്പോ വന്ന വഴിക്ക് നമ്മൾ കണ്ടിരുന്നു പല സ്ഥലങ്ങളിലും ഇങ്ങനെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അപ്പൊ അത് കൂടെ ഒരു ഇൻഫോർമേഷൻ ആയിട്ട് കണക്കൂട്ടാം. അപ്പൊ നിങ്ങൾ തൊമ്മൻകുത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ വണ്ണപ്പുറം വഴി വേണം വരാൻ, അല്ലെ? അപ്പോൾ നമ്മുടെ ഈ വഴി നെയ്ശ്ശേരി വഴി വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ പല സ്ഥലങ്ങളിലും ഇതുപോലെ റോഡിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ സഞ്ചാരികളൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്, അല്ലെ? അപ്പം മഴക്കാലമൊക്കെ ആയതിന്റെ പേരിൽ ഇപ്പം വെള്ളച്ചാട്ടങ്ങളൊക്കെ ഭയങ്കര സജീവമായിട്ട് കാണുന്നു. നമ്മുടെ പിന്നിൽ കാണുന്ന ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അതിന്റെ പേരെന്താണ്? തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. ഇതിന്റെ ഉള്ളിൽ കൂടെ കാട്ടിലൂടെ നടക്കുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഏഴുനിലക്കുത്ത് വെള്ളച്ചാട്ടം, അതാണ് മെയിൻ വെള്ളച്ചാട്ടം. ഓക്കെ. ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഒരുപാട് നടക്കുന്ന സ്ഥലമാണല്ലേ? അപ്പൊ നിങ്ങളിവിടെ തൊമ്മൻകുത്ത് സന്ദർശിക്കാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ 5 മണിക്ക് മുമ്പായിട്ട് വേണം ഇവിടെ വരാൻ കേട്ടോ. ഓക്കെ. അപ്പൊ അതാ നമ്മൾ എൻട്രൻസ് കിടന്നത് മുന്നോട്ട് വരികയാണ്. അപ്പൊ ഇത് കാടിന്റെ ഉള്ളിൽ കൂടെ ഒരു കിലോമീറ്ററോളം ഇങ്ങനെ നടക്കാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് പോയിട്ട് വരാം. എന്റെ പേര് ആദിത്യൻ. ആദിത്യൻ. ഹായ്. അപ്പൊ ഇവിടെ നമ്മുടെ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്, ആദിത്യൻ. ഹായ് ബ്രോ, വരൂ. സാറിന്റെ പേര് അഫ്നാസ്. അപ്പൊ ഇവിടെ നടക്കാനായിട്ട് മനോഹരമായിട്ടുള്ള നടപ്പാതയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതില് വനത്തിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് വനത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ പറ്റിയ നല്ല രസകരമായിട്ട് നമുക്ക് വനത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റിയ ഒരു സൗകര്യമുണ്ട്. അപ്പൊ ഇവിടെ വരുന്നവർക്ക് പ്രത്യേകമായിട്ട് ഒരു ഇൻഫോർമേഷൻ ഉണ്ട്. അതായത് ഇതുവരെ 24 പേർ ഇവിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അടുത്തത് നിങ്ങളാവരുത്. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരും അവനവന്റെ സേഫ്റ്റി വളരെ കൃത്യമായിട്ട് നോക്കണം. വെള്ളച്ചാട്ടത്തിൽ നിന്നും ഇറങ്ങരുത്. അതുമാത്രമല്ല മഴയൊക്കെ അതിന്റെ പേരിൽ പല സ്ഥലങ്ങളിൽ സ്ലിപ്പായിട്ട് കിടക്കുകയാണ്. അപ്പം ഇവിടുത്തെ ഗാർഡുകളുടെ നിർദ്ദേശം പാലിച്ച് വേണം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എൻ്റെ പിന്നിൽ കാണുന്നതാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. നിരവധി മലയാള സിനിമകളിലൊക്കെ വളരെ പ്രിയങ്കരമായിട്ടുള്ള ലൊക്കേഷനായി മാറിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം തീർച്ചയായിട്ടും ഇത് കാണാത്തവരുണ്ടെങ്കിൽ തൊമ്മൻകുത്തൊക്കെ ഇടയ്ക്കുന്ന വന്ന് കാണാൻ ശ്രമിക്കണം. ആ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.